ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോ പീസും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ രണ്ടറ്റിലും നമുക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം രണ്ടും കൂടി ചേർത്ത് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യാതെ സമയമെടുത്ത് ഇതുപോലെ കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ പെറ്റലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ എടുക്കുക. ഇല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒരു കളറിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എങ്ങനെയാണേലും കുറച്ച് വെറൈറ്റി ആയിട്ട് കളറ് സെലക്ട് ചെയ്യുക. പിന്നെ എല്ലാ പെറ്റൽസും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ സീറോ കോസ്റ്റിൽ എങ്ങനെ നമുക്ക് സ്റ്റെൻസിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കാണുക. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് കാശ് കൊടുത്തൊന്നും നമുക്കിത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാ പെറ്റൽസ് എന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഒന്ന് പിങ്ക് ആണെങ്കിൽ പിന്നെ ബ്ലൂ, പിന്നെ പിങ്ക്, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു കളറ് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ടാണ് ഇതേപോലെ അവിടെ നിന്ന് ഇളകിപ്പോകുന്നത് കേട്ടോ. അതുകൊണ്ട് സ്ലോ ആയിട്ട് നിങ്ങൾ തിരക്ക് പിടിക്കാതെ എന്താ പറയുക, ഒഴിവ് സമയത്തൊക്കെ ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പം അതായത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഫെൽറ്റിൻ്റെ ഒരു പീസ് എടുക്കുക. ആ ഒരു പീസിലേക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഓരോ പെറ്റൽ എന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഫെൽറ്റിലേക്കും ആ ഒട്ടിച്ചെടുത്ത ആ ഒരു പീസിലേക്കുമായിട്ട് ഗ്ലൂ ഒട്ടിക്കുക. അടുത്ത കളറ് നമ്മൾ ഒട്ടിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചില വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സെൻറ്ററിലായിട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട്. അപ്പം നേരിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ ഇതേപോലെ പുറത്തേക്ക് നിൽക്കുന്ന ഫെൽറ്റിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ബോറായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ ഒന്ന് വെറുതെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ കിട്ടുന്നതായിരിക്കും. അടുത്ത് ഞാൻ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളർ ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു സൈസ് വലുതും ഒന്ന് ചെറുതും എന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വലിയൊരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് കടത്തി വിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കെന്താ അടുത്ത പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ്, ആ ഒരു പീസും നമുക്കിതുപോലെ ഹെയർ ബാൻഡിലേക്ക് കോർത്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ നമ്മൾ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സെൻറ്ററിൽ വെക്കുന്നതിനേക്കാളും നല്ലത് സൈഡിൽ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു പീസ് ഫെൽറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫെൽറ്റിലേക്ക് നമുക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ആ ഒഴിവാക്കി വിട്ട ആ ഒരു പീസ് സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവർ നേരിട്ട് ഒട്ടിക്കുവാണെങ്കിൽ അവിടെ ഫ്ലവർ നിൽക്കില്ല, കുറേ കഴിയുമ്പോൾ അത് ഇളകി പോരും. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ഫെൽറ്റ് അവിടെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ഗ്ലൂ ഒട്ടിക്കുക. ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് ഇളകിപ്പോരും.
ഇനി ഇതേപോലെ നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കാണാൻ നമുക്ക് ഒരു ഹെയർ ബാൻഡ് ഇളകി കളിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ രണ്ട് സൈഡും ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ട്യൂബ് ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഹെയർ ബാൻഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിന് പകരം നിങ്ങൾക്ക് വേറെ കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതാ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെയൊക്കെ ഒരു ഹെയർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ഇതുപോലെ ആ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള എൻ്റെ ക്യാപ്പ് ഉണ്ട്. ആ ഒരു ക്യാപ്പ് ഞാനിത് ഇതേപോലെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഗ്ലൂ ഒന്നും ആക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ലൂസൊക്കെ ആണെങ്കിൽ ഇതും കുറച്ച് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ ഓരോ വർക്കിലും നമ്മൾ വെറൈറ്റിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സും കാര്യങ്ങളും എന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആദ്യമൊന്നും എനിക്കും ഇതുപോലെ ഓർഡറൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.